രാഹുൽ ഗാന്ധി പാർലമെൻറ്റിൽ കഴിഞ്ഞ ദിവസം ഹിന്ദുക്കളെല്ലാം അക്രമകാരികളാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഒരു തിരുത്ത് പറഞ്ഞു, RSSകാരും BJPക്കാരും ഹിന്ദുക്കളല്ലെന്ന്. അപ്പോൾ RSSകാരും ഹിന്ദുക്കളും അക്രമികളല്ല, ബാക്കിയുള്ള ഹിന്ദുക്കളാണ് അക്രമകാരികൾ. അപ്പോൾ ഇതെല്ലാം പുള്ളി ഈ ചെയ്യുന്നത് പ്രത്യേകിച്ച് മുസ്ലിം പക്ഷത്തെ പ്രീണിപ്പിക്കാനാണ്. പറഞ്ഞു ഈ അഭയമുദ്ര കാണിച്ചിട്ട് മുസ്ലിമുകൾ പ്രാർത്ഥിക്കുന്നത് അഭയമുദ്ര വെച്ചിട്ടാണ്. അത് അഭയമുദ്രയാണ്, അതാണ്. അപ്പോൾ അഭയമുദ്ര ഏതാണ്, മുസ്ലിങ്ങളുടെ പ്രാർത്ഥന ഏതാണ് എന്നൊന്നും പുള്ളിക്ക് കൃത്യമായിട്ട് അറിയില്ലെന്ന്, അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ പ്രാർത്ഥന മാത്രമേ അറിയാവൂ എന്ന് തോന്നുന്നു. അപ്പോൾ ഇതിങ്ങനെ പറഞ്ഞപ്പോൾ എന്നോടൊരാൾ പറഞ്ഞു, ഈ ബാബറി മസ്ജിദ് പൊളിച്ചു കളഞ്ഞല്ലോ, ബാബർ ഉണ്ടാക്കിയ ഒരു നമ്മുടെ ഒരു ആത്മാഭിമാനത്തിന് മേലുണ്ടാക്കിയ 3 മീനാരങ്ങൾ മകുടങ്ങൾ പൊളിച്ചു, മിനാരമില്ലാത്ത മകുടവും മിനാരും എനിക്ക് മാറിപ്പോവും. ഏതായാലും അത് പൊളിഞ്ഞുപോയി. പക്ഷേ ബാബറുമായി രാഹുൽ ഗാന്ധിക്കൊരു ബന്ധമുണ്ട് എന്നൊരാൾ പറഞ്ഞു. എന്താ ബന്ധം? അങ്ങനെ വെറുതെ പറയുന്നതാണോ? വെറുതെ രാഹുൽ ഗാന്ധി ആക്ഷേപിക്കാൻ പറയുന്നതല്ലേ ഇതൊക്കെ? അത് അങ്ങനെ പറയുന്നതാണെങ്കിലും അതിൽ ഈ ദുരൂഹമായ ധാരാളം കാര്യങ്ങളുണ്ട്. എന്താന്ന് വെച്ചാൽ നെഹ്റു കുടുംബത്തിലെ എല്ലാവരും എന്തോ തറവാട്ടിലൊരു രഹസ്യം കൈമാറി വന്നതുപോലെ എല്ലാവരും കാബൂളിൽ പോയിട്ട് ബാബറിൻ്റെ മസർ സന്ദർശിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. ആരൊക്കെ? നെഹ്റു 1959 ജവഹർലാൽ നെഹ്റു. മസർ എന്ന് പറഞ്ഞാൽ കുഴിമാടം അടക്കി ഖബർ. ആ. ഇന്ദിരാഗാന്ധി 1968, രാഹുൽ ഗാന്ധി 2005 മൻമോഹൻ സിംഗിൻ്റെ കൂടെ. അതിൻ്റെ ചിത്രങ്ങൾ അവൈലബിളാണ്. 1959 സെപ്റ്റംബർ 19 നെഹ്റു ബാബറിൻ്റെ മസർ സന്ദർശിച്ചത്. നമുക്ക് രാഹുൽ പോയ ചിത്രം കിട്ടും. അങ്ങനെ ഉണ്ടെങ്കിൽ പ്രേക്ഷകരൊന്ന് കാണിക്കാം. ഞാൻ 3 ചിത്രം കണ്ടിട്ടുണ്ട്. ഉണ്ടല്ലേ? ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കാം. ഉണ്ട്. അപ്പോൾ ഇന്ദിരാഗാന്ധി, രാജീവ്, രാഹുൽ ഇവരും 3 പേരും കൂടി 1976 സന്ദർശിച്ചിട്ടുണ്ട്. അത് ശരി. വേറൊരു സെപ്പറേറ്റ് സന്ദർശനവും ഉണ്ടായിട്ടുണ്ട്. അല്ല, ഒരു തവണയൊക്കെ പോയ കൗതുകത്തിന് പോയാന്ന് പറയാം. അല്ല, തലമുറകൾ എല്ലാം അവിടെ. ഇപ്പോൾ മൻമോഹൻ സിംഗ് അഫ്ഗാനിസ്ഥാൻ സന്ദർശിക്കാൻ പോകുന്നു. രാഹുൽ ഗാന്ധി ഒരു ആവശ്യമില്ലാതെ കൂടെ പോയിട്ട്, അപ്പോൾ മൻമോഹൻ സിംഗിന്റെ കൂടെ പോയതാണെന്ന് പറയാമല്ലോ. പക്ഷെ പോയത് ഈ മസറിലേക്കാ. അതിൻ്റെ ചിത്രമാണ് അവൈലബിൾ ആയിരിക്കുന്നത്. മൻമോഹൻ സിംഗും അവിടെ നിൽക്കുന്ന ചിത്രം കാണാം നമുക്ക്. അപ്പോൾ ഇത് നട്വർ സിംഗിൻ്റെ ആത്മകഥ വൺസ് ഈസ് നോട്ട് ഇനഫ്, അതിൽ വിവരിക്കുന്നുണ്ട് ഈ ഇന്ദിരാഗാന്ധിയുടെ കൂടെ ഈ മസർ സന്ദർശിക്കുന്ന കാര്യം വിവരിച്ചിട്ട് അദ്ദേഹം പറയാം. നട്വർ സിംഗ് കേന്ദ്രമന്ത്രിയായിരുന്നില്ലേ? നട്വർ സിംഗ് വിദേശകാര്യമന്ത്രി. അതിന് മുമ്പ് IFS-ലായിരുന്നു. ഞാൻ സംസാരിച്ചിട്ടുണ്ട് മാസ്കറ്റ് ഹോട്ടലിൽ വെച്ചിട്ട്. ഇന്ദിരാഗാന്ധി ആ ബാബറിൻ്റെ കുഴിമാടം സന്ദർശിച്ച ശേഷമുള്ള ഭാഗം നട്വർ സിംഗ് വിവരിക്കുക. ഇന്ത്യയുടെ പ്രധാനമന്ത്രി അവിടെ തലകുനിച്ച് അല്പനേരം നിന്നു. ഞാൻ 2 അടി പിന്നിലായിരുന്നു. നൂറ്റാണ്ടുകൾ ആ നിമിഷത്തിൽ അലിഞ്ഞില്ലാതെയായി എന്ന് പറഞ്ഞാൽ നൂറ്റാണ്ടുകളുടെ എന്തോ ബന്ധമുണ്ട് എന്നുള്ളത് അലിഞ്ഞില്ലാതെയായി. എന്നിട്ട് ഇന്ദിരാഗാന്ധി അവിടുന്ന് ഇറങ്ങി വന്നു. എന്നിട്ട് നട്വർ സിംഗിനോട് പറഞ്ഞു, നാം ചരിത്രവുമായി ഒന്നുരസി. അപ്പോൾ നട്വർ സിംഗ് പറഞ്ഞു, ഞാൻ 2 തവണ എന്ന് പറഞ്ഞു. അതെന്താ ഉദ്ദേശിച്ചത് എന്ന് ചോദിച്ചു. ഒന്ന്, ബാബറിനോടുള്ള ആദരവ് നിങ്ങൾ കാണിച്ചത്. അതൊന്ന്, നിങ്ങൾ ബാബറിന്റെ മുമ്പിൽ ആദരവോടുകൂടി നിൽക്കുന്നത് ഒന്ന്. 2, ഇന്ദിര അങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടത്. അങ്ങനെ 2 തവണ ഞാൻ ചരിത്രമായിട്ട് ഉരസി എന്ന് പറഞ്ഞു. നിങ്ങൾ 1 തവണയേ ഉരസിയുള്ളൂ. രണ്ടും ചരിത്രമാണ്. അതെ എന്ന് പറഞ്ഞു. ഉരസി എന്നുള്ള ഏറ്റുമുട്ടലല്ല, ചരിത്രവുമായി കൂട്ടിമുട്ടി. അതെ, വി റബ്ഡ് അവർ ഷോൾഡേഴ്സ്. ഹിസ്റ്റോറിക് മൊമെന്റ് എന്നാണ്, ഇറ്റ്സ് എ ഹിസ്റ്റോറിക് മൊമെന്റ് എന്നാണ് പറഞ്ഞു വെച്ചത്. അതെ. രാഹുൽ 2005 ഓഗസ്റ്റ് 28 മൻമോഹൻ സിംഗിനൊപ്പം ഈ മസറിൽ പോയത്. ഡേറ്റ് കിട്ടിയല്ലോ. അല്ല, ഇത് കേൾക്കുന്ന ചിലരൊക്കെ നമ്മുടെ താഴെ വന്നിട്ട് വെറുതെ കഥയാന്ന് പറയും. അതുകൊണ്ടാണ് ആധികാരികമായ തീയതികൾ രാമേന്ദ്ര സാർ പറയുന്നത്. അതെ, അതിൻ്റെ ചിത്രവും കൊടുക്കണം.
മൻമോഹൻ ഇത് ബാബർ ഗാർഡൻ എന്നാണ് അറിയപ്പെടുന്നത്. ഒരു പൂന്തോട്ടമൊക്കെ പണിത് വെച്ച് അഫ്ഗാനിസ്ഥാനിൽ. അഫ്ഗാനിസ്ഥാനിലെ അത് നമ്മൾ ഈ ഡൽഹിയിൽ പോകുമ്പോൾ ധാരാളം ശവകുടീരങ്ങളാണല്ലോ, ഹുമയൂണിന്റെ ടോം എന്നൊക്കെ പറയുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ കുറെ പൂച്ചെടികളും ഒക്കെ ഉള്ളിൽ കാണും. ബാബർ ഗാർഡൻ ബാഗ് ഇ ബാബർ എന്നാണ്. 1992-96 അഫ്ഗാനിസ്ഥാനിൽ യുദ്ധം നടക്കുമ്പോൾ അതിന് കുറെ കേടുപാടുകൾ ഉണ്ടായി. അതൊക്കെ പുനരുദ്ധരിച്ച് ഇപ്പം ശരിയാക്കിയിട്ടുണ്ട്. 1530 ബാബർ ആഗ്രയിലാണ് മരിച്ചത്. ഈ ഗംഗാധർ നെഹ്റു ഒക്കെ 1857 ഈ കുടുംബം പലായനം ചെയ്യുന്നതും ആഗ്രയിലേക്കാണ്, നെഹ്റു കുടുംബം. 1530 ബാബർ ആഗ്രയിൽ മരിച്ചു. നാട്ടിൽ ഖബറടക്കണം എന്നായിരുന്നു ബാബറിൻ്റെ ആഗ്രഹം അഫ്ഗാനിസ്ഥാനിൽ. 1544 വിധവ, ഈ ബാബറിൻ്റെ വിധവ ഇത് അങ്ങോട്ട് കൊണ്ടുപോയി. അവിടെ ഇവിടുന്ന് മാന്തിയെടുത്ത് അങ്ങോട്ട് കൊണ്ടുപോയി. ആ മസറിൽ അതിന് മുമ്പ് ജഹാംഗീറും ഷാജഹാനും ഈ നെഹ്റു ഒക്കെ ചെയ്ത പോലെ സന്ദർശനം നടത്തി പ്രാർത്ഥിച്ചിട്ടുണ്ട് ആ ഖബറിൽ. നെഹ്റുവിൻ്റെ പ്രപിതാമഹൻ രാജ് കൗൾ പണ്ഡിറ്റ്, നെഹ്റുവിൻ്റെ മുതുമുത്തച്ഛൻ, അങ്ങേര് ഈ മുഗൾ രാജാവായിട്ടുള്ള ഫറൂഖ് സിയാർ ക്ഷണിച്ചിട്ട് ഡൽഹിയിലെത്തിയതാണെന്നാണ് BR നന്ദ എഴുതിയ ദ നെഹ്റൂസ് എന്ന് പറഞ്ഞ ഓക്സ്ഫോർഡ് പബ്ലിക്കേഷൻസ് ഇറക്കിയിരിക്കുന്നത്. അതിൽ ഞാൻ വായിച്ചിരിക്കുന്നത് അത് കുറെ വെള്ളം ചേർത്തിട്ടുള്ള എഴുത്താണ്. കാരണം ആ നെഹ്റു കുടുംബം ഏൽപ്പിച്ച ചരിത്രമാണ് ദ നെഹ്റൂസ് എന്ന് പറഞ്ഞ പുസ്തകം. എന്നാലും കുറെ കാര്യങ്ങൾ ഉണ്ടായില്ല. അങ്ങനെ നെഹ്റുവിൻ്റെ പ്രപിതാമഹൻ ഈ പണ്ഡിറ്റ് രാജ് കൗൾ ഫറൂഖ് സിയാർ ക്ഷണിച്ചിട്ട് ഡൽഹിയിൽ, കശ്മീരിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള വരവ് അങ്ങനെ എത്തിയിട്ട് ഈ മറ്റേ വീട് ആ കനാലിൻ്റെ അരികിൽ, അങ്ങനെയാണ് നഹർ എന്നുള്ളത്, നെഹ്റു വരുന്നു എന്നൊക്കെ പറയുന്നത്, യമുനയുടെ ഒരു കനാലിൻ്റെ. മുത്തച്ഛൻ ഗംഗാധർ നെഹ്റു ഈ ഡൽഹിയിൽ കോത്വാൾ ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. കോത്വാൾ എന്ന് പറഞ്ഞാൽ പോലീസുകാരുടെ ചീഫാ, നിയമം നടപ്പാക്കണ്ട. ഖാസിറാം കൊട്വാൾ എന്ന് പറഞ്ഞ വലിയൊരു നാടകം ഉണ്ടല്ലോ, ടെണ്ടുൽക്കറുടെയോ മറ്റോ. അപ്പോൾ സത്യത്തിൽ ആ മുഗൾ ഭരണകാലത്തെ ഒരു ഹിന്ദുവിനെ ആ ജോലി ഏൽപ്പിക്കുമോ എന്നുള്ള കാര്യം സംശയമാണ്. നെഹ്റു കുടുംബം അവകാശപ്പെടുന്നത് കോത്വാളായിരുന്നു എന്നാണ്. പേരെന്താ? ഗംഗാധർ നെഹ്റു. 1887 യുദ്ധകാലത്ത് സാറ് പറഞ്ഞു വരുന്നത് ഹിന്ദു ആയിരിക്കത്തില്ല, മുസ്ലിം ആയിരുന്നിരിക്കുമെന്നാണോ പറയുന്നത്? എന്നൊന്നും ഞാൻ പറയുന്നില്ല, ഞാൻ കുറെ വസ്തുതകളെ പറയുള്ളൂ. അപ്പൊ ഗംഗാധർ നെഹ്റു മറ്റേ ഫറൂഖ് സിയാർ ക്ഷണിച്ച് ഡൽഹിയിൽ വന്നു, കൊത്തുവാളാക്കി എന്ന് പറയുന്നു. ആ കാര്യത്തിൽ പലരും സംശയം ഉന്നയിച്ചിട്ടുണ്ട്. കൊത്തുവാളായിരുന്നിരിക്കും, അത് വെറും കോൺസ്റ്റബിൾ ആയിരുന്നിരിക്കും. അങ്ങനെയും വരാം, അങ്ങനെ വരാമല്ലോ. പോലീസുകാരനായിരുന്നു, പിന്നെ DGP ആണെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇവിടെ കേരളത്തിൽ പണ്ട് മലബാറിൽ കോൽക്കാരൻ എന്ന് പറഞ്ഞൊരു തസ്തിക ഉണ്ടായിരുന്നു. ഇതാ സംഭവം, ഈ നാടൻ പോലീസാണ്. അങ്ങനെ ഒരു കോൽക്കാരനാണ് പഴശ്ശിരാജയെ ഒറ്റിയത്, കൽപ്പുള്ളി കരുണാകര മേനോൻ എന്ന് പറയുന്നത്. പഴശ്ശിയെ ഒറ്റിയത് അയാളാണ്, പിടിച്ചു കൊടുത്തത്. അത് എവിടെയുണ്ട് ഈ പുള്ളി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോഴാണല്ലോ ഈ വൈരം കഴിച്ച് ആത്മഹത്യ ചെയ്യുന്നത് പഴശ്ശിരാജ. അത് കഴിഞ്ഞ് ഈ മതം മാറ്റം ഗംഭീരമായി പ്രോത്സാഹിപ്പിച്ചിരുന്ന ഒരാളാണ് ഈ ഫറൂഖ് സിയാർ. അയാളുടെ ഒരു കഥ ഭീകരമാണ് ഈ സിഖുകാരോട് ചെയ്തിട്ടുള്ളത്. സിഖ് മതത്തിലെയൊക്കെ പ്രധാനപ്പെട്ട ഗുരുവായ ഗുരു ഗോവിന്ദ സിംഗിന്റെ മകനിലെ വരിക അനുയായി ബദാം സിംഗിനെ കൊണ്ടുവരികയാണ് ഡൽഹിയിലേക്ക് ഫറൂഖ് സിയാർ. എങ്ങനെയാണെന്നറിയോ? കൂട്ടക്കൊല ചെയ്തു സിഖുകാരെ. എന്നിട്ട് ആ കൂട്ടക്കൊല ചെയ്ത സിഖുകാരുടെ 2000 തലയോട്ടികൾ കുന്തത്തിൽ കുത്തിക്കൊണ്ടുവരുന്നതിൻ്റെ കൂടെയാണ് ഗോവിന്ദ സിംഗിൻ്റെ ശിഷ്യൻ ഈ ബദാം സിംഗിനെ ഡൽഹിയിലേക്ക് കൊണ്ടുവരുന്നത്. കൂട്ടത്തിൽ 700 വണ്ടികളിൽ ഛേദിച്ച തലകളുണ്ടായിരുന്നു. സിഖുകാർ വലിയ കൂട്ടക്കൊല പണ്ടേ അനുഭവിച്ചിട്ടുണ്ട്. 1984 ഈ കോൺഗ്രസ്സുകാർ ചെയ്തത് മാത്രമല്ല, ഈ മുസ്ലിം രാജാക്കന്മാരും ചെയ്തിട്ടുണ്ട്. എന്നിട്ട് 700 സിഖ് ഭടന്മാർക്കൊപ്പം ഈ ബദാം സിംഗിനെ
പീഡിപ്പിച്ചു, മർദ്ദിച്ചു, അവശനാക്കി. ഈ അദ്ദേഹത്തിൻ്റെ മകനെ കൊന്നു. എന്തിനു വേണ്ടി? നീ മതം മാറെന്ന് പറഞ്ഞിട്ടാണ് ഈ മർദ്ദിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അദ്ദേഹം മതം മാറാനായിട്ട് വിസമ്മതിച്ചു. എന്നിട്ട് ഈ ഫറൂഖ് സിയാറിൻ്റെ ഉമ്മ ഈ കശ്മീരിലെ ഉമ്മയുടെ പേര് സാഹിബ നിസ്വാൻ. അവർ കശ്മീരിൽ നിന്നുള്ള ആളാണ്. ഞാൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. ഉമ്മ കശ്മീരിൽ നിന്നുള്ള ആളാണ്. കണക്ട് ചെയ്ത് നോക്കിയാൽ മതി. അതെ. 1857 ഈ ഗംഗാധർ നെഹ്റു ആഗ്രയിലെത്തുന്നത്. ആഗ്രയിലെത്തുമ്പോൾ അങ്ങേരെ പോലീസുകാർ തടയുന്നുണ്ട് അവിടെ. കാരണം 1857 കലാപത്തിൽ പലതരം കുഴപ്പങ്ങളുണ്ടല്ലോ, മതമൊക്കെ ഉണ്ടല്ലോ. ഈ മുസ്ലിമാണ് എന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ് ഗംഗാധർ നെഹ്റുവിനെ പോലീസ് തടയുന്നത് ആഗ്രയിൽ. കണ്ടാലും തോന്നുമായിരിക്കും, അങ്ങനെ തോന്നുമായിരിക്കാം. അപ്പോൾ ഈ ബാബറിന് മുമ്പിൽ ഈ ഇങ്ങനെ ഇവർ പ്രാർത്ഥിച്ചതിൻ്റെ പിന്നിലെ മതേതരത്വം എന്താണ്? അതെനിക്ക് മനസ്സിലായിട്ടില്ല. ഒരാളല്ല, ഇതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഈ ബാബറി മസ്ജിദ് എന്ന് പറഞ്ഞ നമ്മുടെ നാടിനുണ്ടായ ഒരു അപമാന മുദ്രയായിരുന്നു എന്ന് ഹിന്ദുക്കൾ വിശ്വസിക്കുന്നു. അത് മാറ്റി അവിടെ ഉണ്ടാക്കിയ ശ്രീരാമക്ഷേത്രത്തിൽ രാഹുൽ പോകാത്തത് വെറുതെ അല്ല. അദ്ദേഹത്തിന് ഈ ബാബറി മസ്ജിദിൽ തകർത്തതിൽ വല്ലാത്ത രോഷവും സങ്കടവും ഉണ്ടാവും. വ്യക്തിപരമായിട്ടും ഉണ്ടാവും. കാരണം മതപ്രീണനം നടത്തുന്നതിൻ്റെ പിന്നിലും എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, കുറേ കാലമായി എൻ്റെ മനസ്സിൽ കിടക്കുന്നൊരു ചോദ്യമാണ്, ഞാൻ ഡയറക്റ്റ് ചോദ്യമാണ്. സാറ് പറയുമോ ഉത്തരവെന്ന് എനിക്കറിയില്ല. മോത്തിലാൽ നെഹ്റുവിന് ഒരു ഇറാനിയൻ സ്ത്രീയിലുണ്ടായ മകനാണ് ജിന്ന. കാശ്മീരിയായ ഒരു വേലക്കാരിയിലുണ്ടായ മകളാണ് ഷെയ്ഖ് അബ്ദുള്ള. പിന്നീട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി നെഹ്റു വരുന്നു, പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രിയായി ജിന്ന പോകുന്നു. കാശ്മീർ ഇന്ത്യയുടെ ഭാഗമാണെങ്കിലും 370 വകുപ്പുണ്ടാക്കി അതിന് പ്രത്യേക ഭരണഘടന, പ്രത്യേക പാർലമെൻറ്റ്, പ്രധാനമന്ത്രി, കാശ്മീരിൻ്റെ പ്രധാനമന്ത്രിയായി ഷെയ്ഖ് അബ്ദുള്ള പോകുന്നു. 3 സഹോദരങ്ങൾ, 3 പ്രദേശത്തെ പ്രധാനമന്ത്രി. ഇങ്ങനൊരു കഥയുണ്ട്. ആ കഥ ശരിയല്ല. ഷെയ്ഖ് അബ്ദുള്ള അർദ്ധ സഹോദരനാണെന്നൊക്കെ പറയുന്ന കഥയൊക്കെ ഉണ്ട്. കാരണം ഷെയ്ഖ് അബ്ദുള്ളയ്ക്ക് ഒരു ചെറിയ ഈ മുഖഛായ നെഹ്റുവിൻ്റെ ആണെന്ന് തോന്നും. കശ്മീരുകാരാണല്ലോ. പക്ഷെ ഞാനത് ക്രോസ് ചെക്ക് ചെയ്യുകയും ഈ ജന്മദിനമൊക്കെ ഉണ്ട്, ഡേറ്റൊക്കെ നോക്കി. ഈ അവർ പരിചയപ്പെടുന്നതൊക്കെ പിന്നീടാണ്. ഈ നെഹ്റുവും ഷെയ്ഖ് അബ്ദുള്ളയൊക്കെ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ അത് പഴയ സിനിമ കണ്ടിട്ടില്ലേ? ചേട്ടനും അതിനൊക്കെ പണങ്ങി പോയി അവസാനം ചേട്ടാ അനിയ പഴയ നസീറിൻ്റെ ജയൻ്റെയൊക്കെ സിനിമ. അത് പണ്ടത്തെ സിനിമ മുഴുവൻ അങ്ങനെയാണല്ലോ. അത് ഇംഗ്ലീഷ് സാഹിത്യത്തിലൊരു ഇതാണ്. പിന്നീട് കണ്ടുപിടിക്കുന്ന പരിപാടി. അതും അതിനു മുമ്പ് ഭയങ്കര ഇടിയും വെടിയൊക്കെ ആയിരിക്കും. അതെ, എപ്പിഫനി എന്ന് പറയുന്ന ഒരു ലിറ്റററി. നീ കുന്നത്ത് വീട്ടിലെ ദാമോദരന്റെ മകൻ ഞാനും അല്ലേ? അതുകൊണ്ട് നിങ്ങൾ കല്യാണം കഴിക്കരുത്, നമ്മൾ സഹോദരന്മാരാണ് എന്നൊക്കെ പറയുന്നൊക്കെ ഉണ്ട്. അതെ അതെ. അതുപോലെ ഈ പ്രായപൂർത്തിയായപ്പോൾ പരിചയപ്പെട്ടതപ്പോഴേ അതിന് മുമ്പ് അങ്ങനെ ആയിക്കൂടെ? അല്ലല്ല, ഈ തെറ്റാണല്ലേ, ദുഷ്പ്രചരണം. എന്താന്ന് വെച്ചാൽ ഈ അക്ബർ ഖാൻ എന്ന് പറഞ്ഞൊരാള് മോത്തിലാൽ നെഹ്റുവിന്റെ വീട്ടിൽ ഈ ബെഞ്ച് ക്ലർക്ക് എന്നൊക്കെ പറയുന്ന പോലെ ഗുമസ്തനില്ലേ, വക്കീൽ, അയാൾ ശരിക്കും ഒരു വീട്ടിലെ ഒരാളായിട്ട് ഈ അക്ബർ ഖാൻ എന്ന് പറഞ്ഞൊരാളുണ്ട്. അത് നെഹ്റൂസ് എന്ന് പറഞ്ഞ നന്ദയുടെ പുസ്തകത്തിലുണ്ട്. ഈ അക്ബർ ഖാന് വലിയ സ്വാധീനം മൊത്തം നെഹ്റു കുടുംബത്തിൽ ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് കാണാം. പിന്നെ മുഹമ്മദ് യൂനുസ് എന്ന് പറഞ്ഞാൽ അതിസുന്ദരനായ ഒരു 6 അടി പൊക്കമൊക്കെ ഉള്ള ഈ മുഹമ്മദ് യൂനുസ് എന്ന് പറഞ്ഞ ആളെ പിന്നീട് സ്ഥാനപതിയൊക്കെ ആക്കുന്നുണ്ട്. മുഹമ്മദ് യൂനുസ് ഈ കുടുംബത്തിൽ ഭയങ്കരമായ ബന്ധമുള്ള ഒരാളാണ്. സഞ്ജയ് ഗാന്ധി മുഹമ്മദ് യൂനുസിൻ്റെ മകനാണെന്ന് പൊതുവെ പഴയ നയതന്ത്ര ഉദ്യോഗസ്ഥർക്കിടയിൽ ഒരു വിശ്വാസമുണ്ട്. അവർ പലരും എന്നോട് പറഞ്ഞിട്ടുമുണ്ട്. ഈ വിവാഹത്തിനൊന്നും നെഹ്റു സമ്മതിക്കാതെ പിന്നീട് നീ അമേരിക്കയിലേക്ക് പൊക്കോളണം എന്ന് പറഞ്ഞിട്ട് നാട് കടത്തുന്നൊക്കെ ഉണ്ട് ഈ യൂനിസിനെയൊക്കെ. അത് കഴിഞ്ഞ് പിന്നെ അംബാസഡറായിട്ടും വിടുന്നുണ്ട് നെഹ്റു. ഇതുപോലെ വേറൊരു കഥാപാത്രമുണ്ട്, വിജയലക്ഷ്മി പണ്ഡിറ്റ്. സയ്യദ് ഹുസൈൻ എന്ന് പറഞ്ഞ് ബംഗാളിലൊരു നവാബ് കുടുംബത്തിൽപ്പെട്ട ഒരാളുമായിട്ട് പ്രണയമായിട്ട് 19 വയസ്സിൽ വിജയലക്ഷ്മി പണ്ഡിറ്റ് അയാളുടെ കൂടെ ഈ ഇറങ്ങിപ്പോയി, എലോപ്പ് ചെയ്തു. അങ്ങനെ എലോപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ 2 എണ്ണത്തിനെയും വിളിച്ചു വരുത്തിയിട്ട്
ഗാന്ധി ഉപദേശിച്ചു, നീ ഒരു മുസ്ലിമിനെ കല്യാണം കഴിക്കുന്നത് ശരിയല്ല, അത് നിന്റെ കുടുംബത്തിനൊന്നും നിരക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞിട്ടാണ് മറ്റേ പണ്ഡിറ്റിനെ കൊണ്ട് ഉടനെ കെട്ടിക്കുന്നത്. അത് കഴിഞ്ഞ് UN പ്രവർത്തിക്കുന്നുണ്ടല്ലോ വിജയലക്ഷ്മി പണ്ഡിറ്റ്. അങ്ങനെ പ്രവർത്തിച്ചിട്ട് അവർ തിരിച്ചു വരുമ്പോൾ കെയ്റോയിലാണ് ഈ സയ്യിദ് ഹുസൈനെ അടക്കിയത്. അദ്ദേഹത്തിൻ്റെ ഖബറിൽ പോയി അവര് ആദരവോടുകൂടി നിൽക്കുന്ന ഒരു ചിത്രം, ബാബറിന്റെ ഖബറിൽ പോയതുപോലെ. അടുത്ത കാലത്ത് ഒരു തമിഴ് വിനോദ് എന്ന് പറഞ്ഞൊരാൾ ഈ സയ്യിദ് ഹുസൈൻ്റെ ജീവചരിത്രം എഴുതിയിട്ടുണ്ട്. മൊത്തം ചീഞ്ഞ കഥയല്ലേ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ വായിച്ച് പകുതിയായി സയ്യിദ് ഹുസൈൻ്റെ കഥ. ഈ കഥ എനിക്കറിയാമായിരുന്നു, പക്ഷെ മൊത്തം ജീവചരിത്രം, അങ്ങനെ ജീവചരിത്രം വായിക്കുമ്പോഴാണ് ഈ നവാബ് കുടുംബമാണ്, കൽക്കട്ടയാണ്, ബംഗാളാണെന്നൊക്കെ സയ്യിദ് ഹുസൈനെ പറ്റി അറിയുന്നത്. അപ്പോൾ ഈ മുസ്ലിം സമുദായവുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ കുടുംബത്തിൽ ഇന്നലെ തുടങ്ങിയതൊന്നുമല്ല. അതുകൊണ്ട് മുസ്ലിം പ്രീണനത്തിൽ മുസ്ലിങ്ങൾക്കാണ് നമ്മുടെ രാജ്യത്തെ സ്വത്തിലെ പ്രാഥമിക അവകാശം എന്ന് കോൺഗ്രസ് പാർട്ടി തീരുമാനിക്കുന്നതും രാഹുൽ ആവർത്തിക്കുന്നതിൽ അത്ഭുതമില്ല. രാഹുൽ പച്ചയ്ക്ക് ചോദിക്കട്ടെ, രാഹുൽ മുസ്ലിമാണോ? അങ്ങനെ ഇല്ലല്ലോ. റൗൾ വിൻസി എന്ന് പറഞ്ഞ് പേരുള്ളതായിട്ട് അറിയാം. ഇറ്റലിയിലാണ്, കേംബ്രിഡ്ജ് പഠിക്കുമ്പോൾ, ട്രിനിറ്റി പഠിക്കുമ്പോഴത്തേക്ക്. റൗൾ വിൻസി എന്ന് പറയുമ്പോൾ മുസ്ലിം പേരല്ലല്ലോ, അല്ല, അത് ക്രിസ്ത്യൻ പേരല്ല. പാഴ്സി പറയുന്നുണ്ട്, ബ്ലഡ്. അത് ശരിയാണ്. അതായത് ഫിറോസ് ഗണ്ഡിയില്ലേ, ഫിറോസ് ഗണ്ഡിയുടെ കുടുംബത്തിൽ മുസ്ലിം ഉണ്ട്. മുസ്ലിം എന്ന് പറയുന്നത് പാഴ്സി മുസ്ലിം അല്ലല്ലോ. പാഴ്സി മുസ്ലിം അല്ല, പക്ഷേ ഫിറോസ് ഗണ്ഡിയുടെ അച്ഛൻ പാഴ്സി, അയാളൊരു മുസ്ലിം സ്ത്രീയെ വിവാഹം ചെയ്തതായിട്ടൊക്കെ കാണാം നമുക്ക് ചരിത്രത്തിൽ. ആ കുടുംബത്തിലും ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ചരിത്രത്തിൽ, ഇങ്ങനെ ചില കാര്യങ്ങളുണ്ട്. ഇത് നമുക്കിത് വെച്ചൊരു ഒരു നിഗമനത്തിലൊന്നും എത്താൻ പറ്റില്ല. ഓരോരുത്തരും അവരവരുടെ ബുദ്ധി കൊണ്ട് ആലോചിച്ച് ഓരോ തീരുമാനങ്ങളിലെത്തട്ടെ. അല്ല, ഇത്രയുമൊക്കെ വെച്ചിട്ട് വലിയ ഗവേഷണങ്ങളൊക്കെ നടത്താൻ പറ്റും. അതെ അതെ, ആലോചിക്കാം. മനനം ചെയ്യുന്നവനാണ് മനുഷ്യൻ. അതെ, അപ്പോൾ പ്രേക്ഷകർ മനനം ചെയ്യട്ടെ. അതെ, നമുക്ക് അഭിപ്രായമൊന്നുമില്ല. നമ്മൾ ഇവിടെ കണ്ട ചരിത്രത്തിൽ കണ്ട കാര്യങ്ങൾ പറഞ്ഞു. നമുക്ക് ഇതിൻ്റെ അപ്പുറം പലതും പറയാമായിരിക്കും, പക്ഷെ അത് ചീഞ്ഞ കഥകളായിരിക്കും. അതെ, നമുക്ക് ചരിത്രത്തിൽ ഈ ഡേറ്റും ഒക്കെ സഹിതം രേഖപ്പെടുത്തിയ കാര്യങ്ങളെ പറയാൻ പറ്റുള്ളൂ. ബാക്കിയെല്ലാം പ്രേക്ഷകരുടെ ബുദ്ധിക്കും ആലോചനയ്ക്കും ചിന്തയ്ക്കും വിട്ടുകൊടുത്തിരിക്കുന്നു. കുട്ടി ബുദ്ധിക്ക് വിട്ടുകൊടുക്കുവോ? കുട്ടി ബുദ്ധി അല്ലേ? ബാലക് ബുദ്ധി. ബാലക് ബുദ്ധി, ബാലക് ബുദ്ധിയാണല്ലോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി 5 വർഷം കാണണം. അതെ, കാണാം നമുക്ക്. പ്രതിപക്ഷ നേതാവ് ഇനി എങ്ങനെയൊക്കെ ഈ മുസ്ലിം പൈതൃകം വീണ്ടെടുക്കും. അല്ല, അത് ഉറപ്പായും. കാരണം ബാബർ ഹിന്ദുക്കളുടെ ശത്രുവായിരുന്നു. ബാബറിൻ്റെ ഖബറിൽ പോയി പ്രാർത്ഥന നടത്തുന്ന ആൾ നിശ്ചയമായും ഹിന്ദുക്കളെ ഹനിക്കാനും ഇല്ലാതാക്കാനും തന്നെ ശ്രമിക്കും. ബാബറിന്റെ ചരിത്രം അറിയുന്ന ഒരാളും പോയിട്ട് അവിടെ തലകുനിച്ച് പ്രാർത്ഥിക്കും. അല്ല, എനിക്കിപ്പോൾ അത്ഭുതമില്ല. ഹിന്ദുക്കൾ അക്രമകാരികളാണ്, സർവ്വനേരവും വിദ്വേഷം കൊണ്ട് നടക്കുന്നവരാണ് എന്നൊക്കെ രാഹുൽ ഗാന്ധി പറഞ്ഞതിൽ ഇപ്പോൾ എനിക്ക് ആശ്ചര്യമില്ല. ഇത്രയും കാര്യങ്ങൾ രാമേന്ദ്രൻ സാർ പറഞ്ഞപ്പോൾ പ്രേക്ഷകർക്കും ബോധ്യപ്പെട്ട് കാണും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.